ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം വ്യക്തമാകുകയാണ്. 15 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ CPIM ധാരണയിൽ എത്തിയതിന് പിന്നാലെ CPI എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുകയാണ്. സിറ്റിംഗ് എംപിമാർ മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ്. തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം തുടങ്ങിയപ്പോൾ ആറ്റിങ്ങലിൽ വി മുരളീധരൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ BJP ചർച്ചകൾ പുരോഗമിക്കുന്നതേയുള്ളൂ. ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഇടത് വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്നതിൽ ഏതാണ്ടൊരു ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ BJP ആണ് കൂടുതൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ഉള്ളത്. വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയാണോ മുന്നിലുള്ളത്? എന്തായാലും ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 3 മുന്നണികളും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയേക്കുമെന്ന് തന്നെയാണ് സൂചന. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. BJPയുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങലിലെ കാര്യത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂരിലെ കാര്യത്തിൽ മാത്രമാണ് ഒരു തീരുമാനം എത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി കളത്തിലിറങ്ങുന്നു. അദ്ദേഹം ഏറെക്കുറെ പ്രചാരണം തുടങ്ങിയ മറ്റുമാണ്. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങിയാൽ ശക്തമായ ത്രികോണ മത്സരത്തിനാകും ആറ്റിങ്ങൽ സാക്ഷ്യം വഹിക്കുക. കാരണം സിറ്റിംഗ് MP അടൂർ പ്രകാശ്, അതോടൊപ്പം മണ്ഡലം തിരിച്ചുപിടിക്കാൻ അഭിമാന പോരാട്ടത്തിൽ CPM കളത്തിലിറക്കുന്ന ജില്ലാ സെക്രട്ടറി കൂടിയായ V ജോയി, അതോടൊപ്പമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടി ആറ്റിങ്ങലിൽ നിന്ന് മത്സരിച്ചേക്കുമെന്ന കാര്യം ഉറപ്പാകുന്നത്. അങ്ങനെയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് ആറ്റിങ്ങൽ വേദിയാകും. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ആരെയാണ് BJP സസ്പെൻസായി കരുതി വെച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം തിരുവനന്തപുരം അവർ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒരു മണ്ഡലമാണ്. പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങൾക്ക് പുറമെ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുമായി ഒക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും ലത്തീൻ സഭയുടെ ആസ്ഥാനത്തുൾപ്പെടെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തുന്ന സാഹചര്യമൊക്കെ നമുക്ക് നേരത്തെ തന്നെ കാണാൻ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ആരാകും BJPയുടെ സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നൊരു വലിയ ചോദ്യമുണ്ട്. എന്തായാലും ഒരാഴ്ചക്കകത്ത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വ്യക്തമാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഏതാണ്ട് വ്യക്തമാവുകയാണ്. മിക്കവാറും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ പശ്ചാത്തലമുണ്ട്. അത് ഔദ്യോഗികമായ പ്രഖ്യാപനം അല്ല എങ്കിൽ കൂടി പക്ഷേ BJP ഇനിയും മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമമായി തീരുമാനം എടുത്തിട്ടില്ല. എറണാകുളം